മുട്ട തിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? എക്സസ് പ്രോട്ടീൻ വരുന്നു. 60% എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ്, 30% എനർജി ഫ്രം ഫാറ്റ്, 10% എനർജി ഫ്രം പ്രോട്ടീൻ. എന്തുകൊണ്ട് പ്രോട്ടീൻ ഇത്ര കുറച്ച് മതി എന്നുള്ളത്? നമ്മളുടെ സെല്ലുകൾ ചത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ അനുനിമിഷം മരിക്കുകയും ജനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെല്ലുകൾ മരിക്കുന്ന ആ കോശങ്ങളിലെ പ്രോട്ടീൻ ശരീരം തിരിച്ചെടുക്കുന്നുണ്ട്. പുറമേ നിന്നുള്ളത് കുറച്ച് മതി. ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ഞാൻ എടുത്ത് നോക്കി, മുഴുവൻ നെഗറ്റീവ് കമന്റ്സുകളാണ്. അപ്പോൾ തന്നെ ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചു. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരാളെ കൊച്ചാക്കി കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാനോ അല്ല. ഇദ്ദേഹം പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ക്ലാരിഫൈ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, 60% എനർജി കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും 30% എനർജി ഫാറ്റിൽ നിന്നും 10% മാത്രം പ്രോട്ടീനിൽ നിന്നുമാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞത് ഏറെക്കുറെ ശരിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ USDAയുടെ മൈക്രോ റെക്കമെൻഡേഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഇത് ഈ കാണുന്നതാണ്. ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ഈ 10% പ്രോട്ടീൻ എന്ന് പറയുന്നത് തീരെ ലോവർ എൻഡ് ആണ്. ഈ 10% പ്രോട്ടീൻ എല്ലാവർക്കും മതിയാകണമെന്നില്ല. ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കോ കാര്യമായ ഫിറ്റ്നസ് ഗോളുകൾ ഒന്നും ഇല്ലാത്ത ഒരാൾക്കോ സർവൈവ് ചെയ്യാൻ, ഞാൻ വീണ്ടും പറയാണ്, സർവൈവ് ചെയ്യാൻ ഈ ഒരു 10% പ്രോട്ടീൻ റെക്കമെൻഡേഷൻ മതിയാവും. എന്നാൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കോ അൺഹെൽത്തി ആയിട്ടുള്ളവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഫിറ്റ്നസ് ഗോൾ അച്ചീവ് ചെയ്യാനുള്ളവർക്കോ, ഉദാഹരണത്തിന് ഫാറ്റ് ലോസ്, ചിലപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഹൈൻഡിലേക്ക്, അതായത് 10% നിന്ന് നമുക്ക് 25% അല്ലെങ്കിൽ 30% വരെ കൂട്ടിക്കൊണ്ടുവരും. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദെയർ ഗോൾ. അടുത്തത്, ബോഡിക്ക് സ്വയമായിട്ട് പ്രോട്ടീൻ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഈ പറഞ്ഞതും ഏറെക്കുറെ ശരിയാണ്. നമ്മുടെ ബോഡിക്ക് സ്വന്തമായിട്ട് അമിനോ ആസിഡ്സ് സിന്തസൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് മാത്രമേ ബോഡിക്ക് സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കാൻ പറ്റൂ. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉണ്ട് 9. അത് നമ്മൾ ഫുഡിൽ നിന്ന് തന്നെ കണ്ടെത്തണം. അത് ബോഡിക്ക് സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയത്തില്ല, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് നോൺ വെജിറ്റേറിയൻ ആണ്. കൺക്ലൂഷൻ ഇതാണ്: നിങ്ങളുടെ കറന്റ് ഹെൽത്ത് കണ്ടീഷൻ, അതുപോലെ നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾ, നിങ്ങളുടെ ശാരീരിക അധ്വാനം, ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരാളുടെ ഡയറ്റ് സെറ്റ് ചെയ്യുന്നത്. ഒരാൾക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ വേണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടെ പറയാം. ഒരാൾ പറയുന്നതിന് തെറ്റുകൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഇപ്പോൾ ഗൂഗിൾ ഉണ്ട്, ChatGPT ഉണ്ട്, നമുക്ക് കയറി ചെക്ക് ചെയ്യാം. എന്നാൽ അയാൾ പറയുന്നതിന്റെ നെഗറ്റീവ് മാത്രം എടുക്കാതെ പോസിറ്റീവോട് എടുത്തിട്ട് അത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ശകലം ബുദ്ധിമുട്ടുള്ള പണിയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവർ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.